വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിന് മുമ്പും ശേഷവും, അതായത് മുമ്പെന്ന് സംഭവിച്ചു എന്നൊക്കെയുള്ളത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളായിരുന്നു, ഇല്ലെങ്കിൽ പരിഹരിക്കാം എന്ന് പ്രതീക്ഷയുള്ള കാര്യങ്ങളായിരുന്നെങ്കിലും ആത്മഹത്യാക്കുറിപ്പിന് ശേഷവും ആത്മഹത്യക്ക് ശേഷവും അത്തരത്തിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസിന് ബോധ്യം വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ നിന്ന് ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി എത്തി, ഇല്ലെങ്കിൽ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ എത്തി പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് വരെ കൊണ്ടുചെന്ന് എത്തിച്ചു. ഇതിൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന ഗ്രൂപ്പ് തർക്കം അത് എത്രത്തോളം പാർട്ടിക്ക് ദോഷമായി ബാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ തന്നെ വിലയിരുത്തൽ? താങ്കൾ പറഞ്ഞതുപോലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും വയനാട്ടിലെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വന്ന ആളുകളൊന്നുമല്ല. അങ്ങനെയുള്ളൊരു വാദമൊന്നും ഈ ചർച്ചയിൽ നമ്മൾ ഉയർത്തരുത് എന്നുള്ളതാണ്. അവരവരുടെ വിസിറ്റിന്റെ ഭാഗമായി വന്നതാണ്. ഔദ്യോഗികമായ പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു, അനൌദ്യോഗികമായ പരിപാടികളിലും പങ്കെടുത്തു എന്നല്ലാതെ വയനാട് ജില്ലയിലെ ഞാൻ പറയട്ടെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഡൽഹിയിൽ നിന്നും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ വന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള അവതരണമാണ്. അതിന് ജില്ലയിൽ കോൺഗ്രസിന്റെ കമ്മിറ്റിയും സംസ്ഥാന തലത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. തലവേദനയായതാണല്ലോ നമ്മൾ അറിഞ്ഞത്. സംസ്ഥാന തലത്തിന് ഇത് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നേരത്തെ സാധിക്കില്ലായിരുന്നോ? അല്ല, അത് താങ്കൾ അറിഞ്ഞ കാര്യമാണ്, ഞങ്ങൾ അറിയാത്ത കാര്യവുമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു തലവേദനയില്ല. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി. ആ പ്രയാസങ്ങൾ ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ NM വിജയേട്ടന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആ വിവാദങ്ങൾ പാർട്ടി എന്താണോ ആ കുടുംബത്തോട് കമ്മിറ്റ് ചെയ്തത് അത് മുഴുവൻ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലത്തോടുകൂടി അവർ പറഞ്ഞ 3 ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. 3 ആവശ്യങ്ങളും പാർട്ടി ഏറ്റെടുത്തതാണ്. കേരളത്തിന്റെ KPCCയുടെ പ്രസിഡന്റ് തന്നെ ഏറ്റവും കഴിഞ്ഞ ദിവസവും കൂടി പറഞ്ഞതാണ്, ഞങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ ഞങ്ങളത് പൂർത്തീകരിക്കും സമയത്തിൽ, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം പറഞ്ഞ ഒരു വാക്കിൽ നിന്നും പിന്മാറിയിട്ടില്ല. ആ കുടുംബം എന്ന് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി 3 കാര്യങ്ങൾ ചെയ്യാന്നാണ് പറഞ്ഞത്. ആ 3 കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതാണ്. പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ രാജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വമേധയാ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തിന് ഈ തലസ്ഥാനത്ത് നിന്ന് മാറണമെന്നും ഇനി മുന്നോട്ട് പോകാനുള്ള പ്രയാസങ്ങൾ അറിയിച്ചതാണ്. അത് ഏതൊരു പ്രവർത്തകനും അവർക്കുള്ള പദവി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് KPCC അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പാർട്ടിയുടെ തീരുമാനങ്ങൾ. അത് അറിയിക്കുക എന്നുള്ളതും അതിന്റെ തീരുമാനമെടുക്കേണ്ടത് KPCC നേതൃത്വമാണ്. അവരത് പരിശോധിച്ച് അതിനകത്ത് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. പക്ഷെ ജില്ലയിൽ വ്യാപകമായ രീതിയിൽ ഞങ്ങൾ ചർച്ചയിൽ പറയുന്നത് അങ്ങനെ വലിയ എല്ലാ സ്ഥലത്തും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ല. ജില്ലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. അതിൽ വിജയേട്ടന്റെ കുടുംബത്തോടാണെങ്കിലും ആ കുടുംബത്തോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന വിജയന്റെ കുടുംബത്തോട് ചെയ്തത് ഓക്കെ, അത് അംഗീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആ ബാധ്യതയൊക്കെ തീർക്കാൻ കാണിച്ചത് കോൺഗ്രസ് കുറച്ച് വൈകിയാണെങ്കിലും, താങ്കൾ പറഞ്ഞതുപോലെ വൈകിയാണെങ്കിലും അത് ചെയ്തത് അത് അംഗീകരിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് മുഴുവൻ DCCമാരെയും മാറ്റുന്നതിൽ, ഇല്ലെങ്കിൽ ചില ജില്ലകളിലെ DCCമാരെയും മാറ്റുന്നതിൽ ഒരാളായിരുന്നു അപ്പച്ചൻ. അപ്പോൾ ആ മാറ്റത്തിന് പോലും കാത്തിരിക്കാതെ നേരത്തെ താൻ ആവശ്യപ്പെട്ടിരുന്നു രാജി, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വമേധയാ അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് രാജി എന്നൊക്കെ പറയുന്നതിൽ ഒരു ശരികേടില്ലേ? ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ സംഭവിച്ചിരുന്നത് വയനാട്ടിൽ. അല്ല, KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടങ്ങിയതും അത് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനകത്ത് ചില DCC പ്രസിഡന്റുമാർ തുടരുമെന്നും ചിലർ മാറുമെന്നുള്ള മാധ്യമ വാർത്തകളൊക്കെയാണ്. അതിനപ്പോൾ KPCC പുനഃസംഘടനയുണ്ട്, KPCC സെക്രട്ടറിമാരുടെ പുനഃസംഘടനയുണ്ട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനഃസംഘടനയുണ്ട്. ഇതെല്ലാം മുന്നോട്ട് പോവുകയും ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു. ഇവിടെ ഉണ്ടായത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിന് ഈ പദവിയിൽ നിന്ന് മാറുന്നതിനെ കുറിച്ച്, അപ്പൊ എന്നെ ഒരു പദവി പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് മാറണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഏൽപ്പിച്ച ആളുകളോട് അല്ലെങ്കിൽ പാർട്ടിയോടാണല്ലോ പറയുക. അല്ല, പാർട്ടി അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ, മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് അവിടെ അത്രയും സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ഏറ്റവും തലപ്പത്തുള്ള ആള് തന്നെ മാറുക എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ സംവിധാനത്തിന് എന്തോ സംഭവിച്ചു എന്നല്ലേ മനസ്സിലാക്കുക പ്രവർത്തകർ ഉൾപ്പെടെ? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ അപ്പച്ചേട്ടൻ 12 വർഷത്തോളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്ന ആളാണ്, 5 വർഷം MLA ആയിരുന്ന ആളാണ്, 5 വർഷം മലയോര വികസന അതോറിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന ആളാണ്, പിന്നീട് ഇപ്പൊ 4 വർഷത്തോളമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ പദവിയിൽ നിന്നും തുടരാൻ കഴിയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു തീരുമാനം അദ്ദേഹം KPCC അറിയിച്ചു. KPCC ഈ പദവി ഒഴിയലിലൂടെ നേരത്തെ താങ്കൾ പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയല്ല, അത് ഒരു രാജി കൊണ്ടല്ലല്ലോ പ്രശ്നങ്ങൾ പരിഹരിക്കും. പ്രശ്നത്തെ പ്രശ്നമായി കണ്ടുകൊണ്ടാണ് പരിഹരിക്കുക.
ഇപ്പോ മുള്ളംകൊല്ലിയിലെ പ്രശ്നം ഇന്നലത്തോടുകൂടി മുള്ളംകൊല്ലിയിൽ പാർട്ടിക്കിടയിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അത് താങ്കളുടെ റിപ്പോർട്ടറോട് തന്നെ ചോദിച്ചാൽ അറിയാം. വയനാട് ജില്ലയിലെ മുള്ളംകൊല്ലിയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും പരസ്പരം പറഞ്ഞു തീർത്ത് പരിഹരിക്കപ്പെട്ടതാണ്. പിന്നെ അവിടെ നടക്കുന്ന പോലീസ് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒറ്റ നിലപാടാണ് പറഞ്ഞത്. പോലീസ് കൃത്യമായി അന്വേഷിക്കണം. ആ അന്വേഷണത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ, പങ്കാളികളായിട്ടുണ്ട് എങ്കിൽ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞ നിലപാട്. അത് കൃത്യമായ നിലപാടല്ലേ?